ഇംഗ്ലീഷ് ഡെസ്ക് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഇമ്പറേറ്റീവ് സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്കിവിടെ പരിശോധിക്കാം. So let us change the imperative sentence into reported speech. Sentence എന്താ? ട്രാഫിക് പോലീസ് ഓഫീസർ പറയുന്നതാണ്, do not park here. ഇവിടെ പാർക്ക് ചെയ്യരുത്. ഇമ്പറേറ്റീവ് സെന്റൻസ് സാധാരണ റിപ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ അവിടെ ഉപയോഗിക്കാനുള്ള കണക്റ്റിംഗ് വേർഡ് ഉണ്ട്, കൺജങ്ഷൻസ് ഉണ്ട്. ആ കണക്റ്റിംഗ് വേർഡ് സെന്റൻസിന്റെ സെൻസിനനുസരിച്ച് ഉപയോഗിക്കണമെന്നതാണ്. ഇവിടെ ഈ പോലീസ് ഓഫീസർ പറയുന്നത് ഒരു ഓർഡർ രൂപത്തിലോ കമാൻഡ് രൂപത്തിലോ ബെഗിംഗ് രൂപത്തിലോ അഡ്വൈസ് രൂപത്തിലോ സജഷൻസിന്റെ രൂപത്തിലോ ആയിരിക്കാം. നമുക്കിതിൽ ഏതെങ്കിലും ഒരു വേർഡ് ഇവിടെ എടുക്കാം. എന്തായാലും ഓർഡർ വേണ്ട. വളരെ സ്നേഹത്തോട്, ഇപ്പൊ പോലീസ് എല്ലാവരാണല്ലോ, വളരെ സ്നേഹത്തോടു കൂടിയാണ് ഒരാളോട് പെരുമാറുക. അതുകൊണ്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം? അഡ്വൈസ് എന്ന് ഉപയോഗിക്കാം. നോക്കൂ, എങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്ത് നോക്കാം. എല്ലാവരും ഇവിടേക്ക് വരും. ട്രാഫിക് പോലീസ് ഓഫീസർ, ട്രാഫിക് പോലീസ് ഓഫീസർ അഡ്വൈസ്ഡ്. അഡ്വൈസ്ഡ് എന്താണ് ഉപയോഗിച്ചത്? അഡ്വൈസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? കണക്റ്റിംഗ് വേർഡ് ആണോ കൺജങ്ഷൻ ആണോ? ഈ സെന്റൻസ്, ഈ വേർഡ് എന്താ ഇവിടത്തെ? പറയൂ, എന്താണ്? എല്ലാവരും മനസ്സിൽ പറഞ്ഞോളൂ. കണക്റ്റിംഗ് വേർഡ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നതിന് എന്താ വേണ്ടത്? സാധാരണ കൺജങ്ഷൻ. കൺജങ്ഷൻ ഉപയോഗിക്കണം. എന്തുപയോഗിക്കണം? കൺജങ്ഷൻ ഉപയോഗിക്കണം. എന്താണ് അവിടത്തെ കൺജങ്ഷൻ എന്ന് ചോദിച്ചാൽ ടു എന്ന കൺജങ്ഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഈ സെന്റൻസിൽ ഒരു പ്രത്യേകതയുണ്ട്. ആരംഭിച്ചിരിക്കുന്ന ഡു നോട്ട് പാർക്ക് ഹിയർ എന്തിലാ വന്നിരിക്കുന്ന? നെഗറ്റീവ് ആണ്. അതിനായിരിക്കും നമ്മൾ മാറ്റുമ്പോൾ നോട്ട് ടു എന്ന് ഉപയോഗിക്കണം. ഡു നോട്ട് എങ്ങനെ എഴുതി? നോട്ട് ടു. ഇനി ടു പ്രത്യേകിച്ച് ഉപയോഗിക്കേണ്ടതില്ല. നോട്ട് ടു പാർക്ക്, നോട്ട് ടു പാർക്ക് ഹിയർ എന്നത് ഇവിടെ എന്തായിട്ട് ഉപയോഗിക്കണം? ദയർ. അതായത് ഇത് നിയർനെസ്സിനെ കാണിക്കുന്നതാണ്. അതിവിടെ എന്തായിട്ട് ചേഞ്ച് ചെയ്തു? ഡിസ്റ്റൻസിനെ കാണിക്കുന്നതായിട്ട് മാറി. ഇത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. എല്ലാവരും ഈ ചാനൽ കാണുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് നൽകുകയും കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്യണം. ഏവർക്കും ഈ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.